ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ മിഷൻ CSEB 2.0 പാർട്ട് 2യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ബേസിക് ഇംഗ്ലീഷിലെ കോൺകോഡ് എഗ്രിമെൻ്റ് ഓഫ് സബ്ജക്റ്റ് വിത്ത് വെർബ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ പ്രിൻസിപ്പാൾ ആൻഡ് മാനേജർ ഡാഷ് ആബ്സെൻറ്റ് ടുഡേ. ഓപ്ഷൻ എ വാസ്, ഓപ്ഷൻ ബി ഈസ്, ഓപ്ഷൻ സി ആർ, ഓപ്ഷൻ ഡി വേർ. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ഈസ്. വൈ? ഇവിടെ രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ഉപയോഗിച്ച് സംയോജിപ്പിക്കുകയും അതിലൊന്നിനു മുമ്പ് ആർട്ടിക്കിൾ ദാ വരികയും ചെയ്താൽ ഒരാളാണെന്ന് സ്പഷ്ടം. അങ്ങനെ വരുമ്പോൾ സിംഗുലർ വെർബാണ് ഉത്തരം വരിക. ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ. ഓപ്ഷൻ എ ഹാവ്, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി ഹാസ്, ഓപ്ഷൻ ഡി ഹാവ്. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഹാസ്. വൈ? ഇതിനെന്താണ് കാരണം? വൺ ഓഫിൽ ആരംഭിക്കുന്നൊരു വാക്യങ്ങളിൽ വൺ ഓഫിന് ശേഷം പ്ലൂരൽ നൗൺ വരണമെന്നും അതിനുശേഷം സിംഗുലർ വെർബ് വരണം എന്നാണ് നിയമം. ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് സിംഗുലർ വെർബ് ഹാസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 3, ഈച്ച് ക്യാൻ ടേക്ക് ഹിസ് ടേൺ ഓൺ ദ വീൽ ഓഫ് ലൈഫ്. ഓപ്ഷൻ എ ടുക്ക്, ഓപ്ഷൻ ബി ടേക്കിംഗ്, ഓപ്ഷൻ സി ടേക്ക്, ഓപ്ഷൻ ഡി ടേക്സ്. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ടേക്ക്. വൈ? മോഡൽ ഓക്സിലറിക്ക് ശേഷം V1 ഫോം വരണം എന്നാണ് നിയമം. ഇവിടെ V1 ഫോം ടേക്കാണ്, അതുകൊണ്ടാണ് അത് ഉത്തരം വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, വൺ എമംഗ് ദ സ്റ്റാർസ് ഡാഷ് വിത്ത് എ റെഡ് കളർ. ഓപ്ഷൻ എ ഷൈൻസ്, ഓപ്ഷൻ ബി ഷൈൻ, ഓപ്ഷൻ സി ഹാസ് ഷോൺ, ഓപ്ഷൻ ഡി ഷോൺ. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഹാസ് ഷോൺ, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5, നൈദർ മൈ ബ്രദർ nor my parents dash to the party. Option A has come, option B has been coming, option C have come, option D is coming. Right answer here is option C have come. Why? അപ്പോൾ നൈദർ നോർ ഉപയോഗിച്ച് രണ്ട് വാക്യങ്ങളെ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലറാണ്, സിംഗുലർ വെർബും രണ്ടാമത്തെ പ്ലൂരലാണ്, ഈ പ്ലൂരൽ വെർബ് വരും എന്നാണ് നിയമം. ഇവിടെ പ്ലൂരൽ സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് പ്ലൂരൽ വെർബായി ഹാവ് കം വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, എത്തിക്സ് ആസ് വെൽ ആസ് പൊളിറ്റിക്സ് ഡാഷ് ഹിസ് ഫേവറേറ്റ് സബ്ജക്ട്സ്. ഓപ്ഷൻ എ ഹാസ്, ഓപ്ഷൻ ബി ഈസ്, ഓപ്ഷൻ സി ഹാവ്, ഓപ്ഷൻ ഡി ആർ. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ഈസ്. ഇവിടെ രണ്ട് വാക്യങ്ങളെ കൂട്ടി യോജിപ്പിച്ചേക്കുക ആസ് വെൽ ആസ് ഉപയോഗിച്ച്. അപ്പോൾ രണ്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ സബ്ജക്റ്റിന് അനുയോജ്യമായ വെർബ് ഉപയോഗിക്കണം എന്നാണ് നിയമം. ഇവിടെ ഒന്നാമത്തെ സബ്ജക്റ്റ് എത്തിക്സ്, അതൊരു വിഷയത്തിൻ്റെ പേരാണ്, സിംഗുലറാണ്. ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ദ പോയറ്റ് ആൻഡ് ദ നോവലിസ്റ്റ് ഡാഷ് ഡെഡ്. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി വാസ്, ഓപ്ഷൻ സി ആർ, ഓപ്ഷൻ ഡി വേർ. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി വേർ. വൈ? അപ്പോൾ രണ്ട് ഏകവചന നാമങ്ങളെ കമ്പൈൻ ചെയ്തിരിക്കുക. രണ്ടിനും മുമ്പ് ആർട്ടിക്കിൾ ദാ ഉണ്ട്, അതുകൊണ്ട് രണ്ടും രണ്ട് പേരാണ് സ്പഷ്ടം. അങ്ങനെ വരുമ്പോൾ അതിന് ശേഷം വരുന്ന വെർബ് ഇപ്പോഴും പ്ലൂരലായിരിക്കും. ഇവിടെ പ്ലൂരൽ വെർബ് രണ്ടെണ്ണമുണ്ട്, ആറുണ്ട്, വേറുണ്ട്. ഇതൊരു പാസ്റ്റ് ആക്ടിവിറ്റി ആയതുകൊണ്ടാണ് വേർ ഉത്തരമായി വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8, 20 കിലോമീറ്റേഴ്സ് ഡാഷ് എ ലോങ് വേ ടു വാക്ക്. ഓപ്ഷൻ എ വാക്ക്, ഓപ്ഷൻ ബി ഹാവ്, ഓപ്ഷൻ സി ഈസ്, ഓപ്ഷൻ ഡി ഹാഡ്. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഈസ്. കിലോഗ്രാം, കിലോമീറ്റർ, രൂപ എന്നിവ വരുമ്പോൾ എപ്പോഴും സിംഗുലർ വെർബ് വരണമെന്നാണ് നിയമം, അതുകൊണ്ടാണ് ഉത്തരം ഈസ് എന്ന സിംഗുലർ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9, ദ ടോളസ്റ്റ് ഓഫ് ദീസ് ബോയ്സ് ഡാഷ് നെക്സ്റ്റ് ഡോർ ടു മീ. ഓപ്ഷൻ എ ലിവ്, ഓപ്ഷൻ ബി ലിവിങ്, ഓപ്ഷൻ സി ഹാവ് ലിവ്ഡ്, ഓപ്ഷൻ ഡി ലിവ്സ്. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ലിവ്സ്. ഇവിടെ ഒന്നാമത്തെ വാക്യത്തിലെ സബ്ജക്റ്റ് നോക്കിയ ദ ടോളസ്റ്റ് ഓഫ് ദീസ് ബോയ്സ്. ഇവിടെ ദീസ് ബോയ്സ് അല്ല സബ്ജക്റ്റ്, ദ ടോളസ്റ്റ്. ഉള്ള ഈ കുട്ടികളിൽ ഏറ്റവും പൊക്കമുള്ളവൻ, അത് സിംഗുലർ ആയതുകൊണ്ടാണ് സിംഗുലർ വെർബ് വരുന്നത്. ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലിവ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, the bridegroom with his friends
ഡാഷ് അറൈവ്ഡ് അറ്റ് ദ ടെമ്പിൾ. ഓപ്ഷൻ എ ഹാവ് അറൈവ്ഡ്. ഓപ്ഷൻ ബി വാസ് അറൈവ്ഡ്. ഓപ്ഷൻ സി ആർ അറൈവിങ്. ഓപ്ഷൻ ഡി ഹാസ് അറൈവ്ഡ്. ഇവിടെ 2 വാക്യങ്ങളെ കൂട്ടി യോജിപ്പിച്ചേക്കുക വിത്ത് ഉപയോഗിച്ച്. അപ്പോൾ വിത്ത് ഉപയോഗിച്ച് 2 വാക്യങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ സബ്ജക്റ്റ് സിംഗുലറാണ്, സിംഗുലർ വെർബും ഒന്നാമത്തെ പ്ലൂറലാണ്, പ്ലൂറൽ വെർബ് വരും എന്നാണ് നിയമം. ഇവിടെ ഒന്നാമത്തെ സബ്ജക്റ്റ് ബ്രൈഡ് ഗ്രൂം സിംഗുലറാണ്, അതുകൊണ്ട് സിംഗുലർ വെർബാണ് വരിക. ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹാസ് അറൈവ്ഡ്. ഓക്കെ, താങ്ക് യു.